എന്തിനാണ് എത്ര നേരം കാത്തിരുന്നത്? എനിക്ക് ചോറും ഞാറുന്നില്ലേ? ബാപ്പ ഒട്ടേന്ന് വിചാരിച്ചു. ഓനിട്ട് കൊടുക്ക്. എന്താണ് നിങ്ങൾ അറിഞ്ഞ എന്താണ് ആ സുറത്താന്റെ വീട്ടിലെ കാര്യം അറിഞ്ഞില്ല? എന്താ കാര്യം? എന്താണ്? എന്റെ നോക്ക്, ചോറ് വെക്കുമ്പോ അതില് കല്ല് കല്ല് തന്നെ വരാണ്. കറി വെച്ച അതില് കല്ല് തന്നെ വരുന്നത്. പിന്നെ ഉമ്മർത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ആരോ മണ്ണ് വാരിയിടുന്നു. ആ അങ്ങനെ ശരിക്കൂ. എന്നിട്ട് അവിടെ ചാനലുകാരൊക്കെ ബഹളാണ്. ആ നമുക്കൊന്ന് പോയി നോക്കിയാലാ? അങ്ങോട്ട് കൊണ്ടുവരാനാ? അല്ല അങ്ങനെയൊക്കെ ഉണ്ടാവോ? സത്യാണോന്ന് അറിയണ്ടേ? ഒന്നും പറയാൻ പറ്റില്ല. അത് ആദ്യ കാലാണ്, പലതും ഉണ്ടാവും. ആ അജ് വേറൊന്നും അറിഞ്ഞോ? എന്റെ ഒരാളാപ്പല്ലേ നാട് വിട്ടുപോയ പണ്ട് മറ്റേ അജ്മീറിലും അവിടെ ഇവിടെ ഒക്കെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്. പഴയ സെറ്റപ്പ് ഒന്നല്ലേട്ടാ, ഗംഭീര സെറ്റപ്പിലാ വന്നേക്കണത്. ആദ്യത്തെ മാതിരി ചെറിയ രീതിയൊന്നും അല്ല. എവിടുന്നൊക്കെ കാറിലെ ആൾക്കാർ വരുന്നത് കാണാന്. പല സ്ഥലത്തുനിന്ന് ആൾക്കാര്. ശരിക്കും പറഞ്ഞാ മൂപ്പരൊരു ചരടൊന്ന് മന്ത്രിച്ചു ഒരു കെട്ട കെട്ടി അവിടെ നിക്കുന്ന പറയണ. പിന്നെ എന്താണ് വലിയ കുട്ടിയുടെ ഹാല്? മൂപ്പര് കുഴപ്പമൊന്നുമില്ല, കടക്കൊക്കെ പോണ്ട്. കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കണ്ടോ? ആ തുന്നലിടക്കും തലക്കൊക്കെ ഉള്ളു, എന്നാലും കുഴപ്പമില്ല, അവിടെ പോക്കോളൂലോ. ചെറിയ പൈസ ഒക്കെ കിട്ടൂ. ശരി. മക്കള്? മോന് സ്കൂളിൽ പോയി. ഇവിടെ എപ്പോഴും പറയൂ എളപ്പാന്റെ കാര്യോ. ഒന്ന് അങ്ങോട്ട് വന്ന് കാണുന്നുണ്ടായിരുന്നു. ഇന്നലെ കൂടി ഒക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും എളാപ്പാനെ കാണാൻ. നമ്മള് പോണെങ്കിൽ നേരത്തെ പോണെന്നൊക്കെ ഇന്നലെ കൂടി പറഞ്ഞേ. ഞാൻ ഇങ്ങനെ ഈ നാട്ടില് നാനാ ഭാഗത്തുനിന്നും കുറെ ആൾക്കാരെ കയ്യിനും കാലിനും ഒക്കെ സുഖമില്ലാതൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ഏർമാടിയിലേക്കൊക്കെ പോകുമ്പോ വല്ലിക്കായൊക്കെ ഒഴിഞ്ഞു വെച്ച് കൊണ്ടുപോയി കൊടുക്കലുണ്ടല്ലോ. അപ്പൊ അതിന് ആൾക്കാർ സുഖമില്ലാത്തവര് വരുമ്പോ എങ്ങനെ ആട്ടി പറഞ്ഞയക്കാം? അതിനായിട്ട് അങ്ങനെ കുറെ നേരം ഇരിക്കും. പിന്നെ സമയം കിട്ടലില്ല മാളെ, അതാണ്. ഇന്നലെ ഇങ്ങനെ കുറച്ചു നേരം കിട്ടിയപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ച് അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു എടങ്ങറ്, എന്തോ പരീക്കുട്ടിയുടെ കുടുംബത്തൊരു എടങ്ങറ് കിടന്ന് ഇങ്ങനെ കെട്ടിത്തിരിയണ്ടല്ലോ. അപ്പൊ ഞാനേ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോ ഓരോ കൂട്ടുകെട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സാമ്പത്തിക ഇടപാടിൽ കിടന്ന് കെട്ടിത്തിരിയാണോ അല്ലേ? എന്തോ എന്തോ സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിട്ട് ഓരോ വീടൊക്കെ പോയി, എന്നിട്ട് ഓരോ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കാണല്ലേ. അതിനുള്ള സൗകര്യമൊക്കെ മൂപ്പര് ഇവിടെ ചെയ്തു കൊടുത്ത്. നമ്മുടെ കൂട്ടക്കാരല്ല അല്ലേ? അല്ല, അതൊക്കെ പിന്നെ പോട്ടെ. നമ്മുടെ കുടുംബത്ത് വേറെ ആരെങ്കിലും വന്ന് താമസിക്കാന്ന് പറഞ്ഞാ അത് ശരിയാണ് എളേപ്പാ. പിന്നെ അത് മാത്രല്ല, നമുക്ക് ഹറാമല്ലേ ഈ മദ്യൊക്കെ. മൂപ്പര് കുടിക്കൊക്കെ ചെയ്യൂ. കുട്ടിയോ? അല്ല,
മൂപ്പരെ കൂട്ടുകാരൻ കുടിച്ച് ഇവിടെ വന്നിട്ട് പാട്ടും കൂത്തും അടി ഇടി കുത്ത് ബഹളം. ഞാൻ സത്യം പറഞ്ഞ ഉറങ്ങിയിട്ടില്ല. അതിന് ശേഷം ഒക്കെ ഒരു സൗകര്യമില്ല ഇവിടെ. മേടിക്കണ്ട, അതിനുള്ളൊരു വഴി ഞാൻ കണ്ടാ പോലെ മതി. ഒരു കാര്യം ചെയ്യ്, ഒരു ചരട് ഇങ്ങടെ എടുക്ക്. ചരടിപ്പോ ഞാൻ കടക്ക് പോയി മേടിച്ചു വരാം. അതെ, ഇനി വേണ്ടി കടയിലേക്കൊന്നും പോകണ്ട, ചരടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് അന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇജ്ജ് കെട്ടണം, കജ്ജിലോ കാലിലോ. കേട്ടോ, അത് പിടിച്ചാണി ഒന്നെടുത്തിട്ട് വേണത് കെട്ടാനേ. എന്നാ കയ്യാണിക്ക്. ബിസ്മില്ലാഹി തവക്കലത്തു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. بسم الله